അവണിശ്ശേരി ഉദയാനഗറിൽ തിരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനത്തിനിടെ വീടിന് മുമ്പിൽ പ്രകോപനമുണ്ടാക്കിയതായി പരാതി. ആം ആദ്മി പ്രവർത്തകൻ പ്രിൻസിന്റെ വീടിന് മുൻപിലാണ് സംഭവം നടന്നതായി പറയുന്നത്. ശനിയാഴ്ച വൈകിട്ട് 7 മണിയോടെ NDA ആഹ്ലാദ പ്രകടനത്തിനിടയിലാണ് സംഭവമെന്നാണ് പരാതി. വീടിന്റെ ഗേറ്റ് ചവിട്ടി വീഴ്ത്തിയ ഒരു സംഘം ആളുകൾ വീട്ടുമുറ്റത്തേക്ക് ഗുണ്ട് വലിച്ചെറിഞ്ഞതായും പറയുന്നു. സംഭവ സമയത്ത് പ്രിൻസിന്റെ ഭാര്യ ബിജുലി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സംഭവത്തിൽ ചേർപ്പ് പോലീസിൽ പരാതി നൽകി. അതേസമയം ഇന്ന് ഞായറാഴ്ച ഇദ്ദേഹത്തിന് നേരെ ഭീഷണിയും ഉണ്ടായതായി പറയുന്നുണ്ട്. കഴിഞ്ഞ ഈ ഇലക്ഷന് എൻ്റെ വാർഡിലെ എൻ്റെ വീടിന് തൊട്ട് മുൻപിലുള്ള ഈ റോഡ് ടാറ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു വികസന രേഖ ഇവിടെ 10 വർഷമായിട്ട് മെമ്പറായിരിക്കുന്ന സൂര്യ ഷോബി ഇറക്കുകയുണ്ടായി. അത് കണ്ടപ്പോൾ ഹോസ്പിറ്റലായിരുന്നിട്ട് കൂടി ഞാൻ അവർക്ക് നേരിട്ട് അവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അത് ടാറ് ചെയ്യാൻ വിചാരിച്ചിരുന്നു, അതുകൊണ്ട് അങ്ങനെ അടിച്ചതാണെന്ന് പറഞ്ഞു, തെറ്റുപറ്റി അത് പറഞ്ഞു. പക്ഷെ ആ കാര്യം കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഇത് മാത്രമല്ല, ഞങ്ങളുടെ തൊട്ടടുത്ത് ഇപ്പോൾ കാലുകൾ മുറിച്ച് കളഞ്ഞിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കഴിഞ്ഞ 10 വർഷമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളും അവിടെയുള്ള ആളുകളെല്ലാവരും ഒപ്പുശേഖരണവും നടത്തി കൊടുത്തിട്ടും ഇതുവരെ ഒന്നും ചെയ്തില്ല എന്നുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ പറയുന്നത് ഒരു തെറ്റായ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം ആ മെമ്പർ ജയിച്ചു, വീണ്ടും ജയിച്ചപ്പോൾ അതിൻ്റെ ആഹ്ലാദ പ്രകടനത്തിനായിട്ട് 19ഓളം വരുന്ന ആളുകൾ എൻ്റെ വീടിൻ്റെ മുമ്പിലെത്തി. ഞാൻ എന്താ പറയുക, അവണിശ്ശേരി ഫെസ്റ്റ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമിൻ്റെ കോർഡിനേഷനായിട്ട് ബന്ധപ്പെട്ട് ആനക്കല്ലായിരുന്നു. ആ സമയത്ത് വീട്ടിൽ ഭാര്യ മാത്രമുള്ള സമയത്ത് വീട്ടിൽ വന്ന് ഭയങ്കരമായ തെറിവിളിയും ജയ് കൊലവിളിയും എന്നെ കൊല്ലും എന്നുള്ള രീതിയിലുള്ള ഭീഷണിയൊക്കെ മുഴക്കിക്കൊണ്ട് വീടിൻ്റെ മുൻഭാഗത്തുള്ള ഗേറ്റിൽ ചവിട്ടുകയും അതിനൊപ്പം തന്നെ അവിടെ ഗുണ്ടുകൾ വെച്ച് പൊട്ടിക്കുകയും വീട്ടിലേക്ക് കയറാനുണ്ടാക്കിയിട്ടുള്ള സ്ലോപ്പിൻ്റെ അവിടെ ഗുണ്ട് വെച്ച് പൊട്ടിച്ച് അത് തകർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ഇന്ന് കാലത്ത് മെമ്പറുടെ ഹസ്ബൻഡ് ഇവിടെ വന്നിരിക്കും, ഈ വഴിയിലൂടെ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ വിളിച്ചു നിർത്തി ഞാൻ കാര്യം ചോദിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ തീർച്ചയായിട്ടും ആ രീതിയിൽ ഇനിയും ചെയ്യും എന്നുള്ള രീതിയിൽ ഭീഷണി മുഴക്കുകയാണ് ചെയ്തത്. നിനക്ക് കഴിവുണ്ടെങ്കിൽ തടഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം ഇതാണ്, ഇനിയും ഇതുപോലെ നിങ്ങളുടെ വീട് കയറും, ഇനിയും വീണ്ടും കാര്യങ്ങൾ ചെയ്യും, അതിന് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിനക്ക് ചെയ്യാൻ പറ്റണമെന്ന് നീ ചെയ്യും, ഞങ്ങളെ പാർട്ടി മൊത്തമായിട്ട് ആ രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പേടിച്ച് പിന്മാറുന്ന ആളല്ലാത്തതുകൊണ്ട് ഞാൻ ആളോട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ എതിർപ്പുകൾ പറയുന്നവരോട് ഇങ്ങനെയാണോ, അത് ഞങ്ങൾ വേറെ ഇതൊന്നുമില്ല, നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയാണ് തീരുമാനം, തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ നിൽക്കും പറയുമെന്നുള്ളത്.